ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പാർട്ടി വന്നിട്ട് നമ്മളോട് പറയുകയാണ് അവർക്ക് ഏറ്റവും ലോ ബഡ്ജറ്റിൽ അത്രയും ലോ കോസ്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യണ 2 ഷീറ്റുകൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ആണ് നമ്മളിതിൽ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ 2 ഷീറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡും MDF-ഉം. നമ്മൾ പാർട്ടിക്കിൾ ബോർഡ് MDF ആണ്. പാർട്ടിക്കിൾ ബോർഡ് ഒരു ഷീറ്റാണ്. MDF എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഷീറ്റാണ്. ഈ 2 ടൈപ്പ് ഷീറ്റാണ് നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് ഇൻറ്റീരിയർ ചെയ്യാവുന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കമ്പനി ഇപ്പോൾ മെറൈൻ പ്ലൈവുഡ്, മൾട്ടിവുഡ് ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് ലോ ബഡ്ജറ്റ് മതി. ഇപ്പോൾ നമ്മുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ബേക്കറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്, ഒരുപാട് പൈസ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡലുകളും കാര്യങ്ങളും മാക്സിമം പറഞ്ഞൊരു 3 കൊല്ലം കൂടുമ്പോൾ നമുക്കിങ്ങനെ ചേഞ്ച് വരും. MDF-ൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ നമുക്ക് MDF നമുക്ക് അത്ര നല്ലതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എയർ പാസേജ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മൾ AC കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഇടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ MDF നല്ലതല്ല. കാരണം MDF-ൻ്റെ ഓരോ എഡ്ജിൻ്റെ ഇടയിൽ നിന്നും ഓരോ ലിപ്പിങ് എഡ്ജ് ബാൻഡിൻ്റെ ഇടയിൽ ജോയിൻറ്റ്സ് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ മഴക്കാലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈർപ്പം കയറിയിട്ട് എന്ത് വരും, ഇതിനുള്ളിൽ നിന്നൊക്കെ ഓരോ പൂപ്പലുകൾ, ഇങ്ങനെ വെള്ള പൂപ്പലുകൾ വരും. അപ്പോൾ ഈ പൂപ്പലുകൾ വരുമ്പോൾ അത് ക്ലയൻറ്റിന് അത് വലിയൊരു ഡിസ്റ്റർബായിട്ട് വരും. അടുത്ത നമ്മുടെ പാർട്ടിക്കിൾ ബോർഡ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാലേ റേറ്റ് കുറയ്ക്കാം എന്ന് പറയണതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഷീറ്റ് പ്രീലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പാർട്ടിക്കിൾ ബോർഡ് ആയാലും MDF ആയാലും നമുക്ക് പ്രീലാമിനേറ്റഡ് ഷീറ്റും ലാമിനേഷൻ ഇല്ലാത്ത ഷീറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീലാമിനേറ്റഡ് ഷീറ്റ് വരുമ്പോൾ നമുക്ക് ബാക്കി ഈ ലാമിനേഷനൊക്കെ ചെയ്യാം, മൈക്ക ലാമിനേഷൻ ചെയ്യാം. അതിൻ്റെയൊക്കെ കോസ്റ്റ് നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അതാണ് മെയിൻലി നമുക്ക് ഇതിൻ്റെ റേറ്റ് കുറയാൻ കാരണം. പ്ലൈവുഡ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലൈവുഡുമ്പോൾ നമുക്ക് 2 ഭാഗത്ത് നമുക്ക് മൈക്ക് ഒട്ടിക്കണം. അപ്പോൾ മൈക്കയുടെ ചാർജ് വരുന്നുണ്ട്, പിന്നെ പ്രസ്സിങ്ങിൻ്റെ ചാർജ് വരുന്നുണ്ട്, പശയുടെ ചാർജ് വരുന്നുണ്ട്, പിന്നെ പ്രസ്സിങ് ചെയ്യണതിൻ്റെ ലേബർ വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്ലൈവുഡുമ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് മെറൈൻ പ്ലൈവുഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കയറി വരുന്നത്. അതേസമയം നമ്മൾ MDF അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കമ്പനി തന്നെ നമുക്ക് മൈക്ക കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട്, മൈക്കല്ല അതൊരു ലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ, ഇപ്പോൾ വുഡൻ ഗ്രെയിൻസ് വേണമെങ്കിൽ വുഡൻ ഗ്രെയിൻസ് വരുന്നുണ്ട്, പിന്നെ പ്ലെയിൻ കളേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല, എന്നാലും കോമൺ കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ല, ഇപ്പോൾ നമ്മുടെ പ്രീ ലാമിനേറ്റഡ് ഷീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ബോർഡിൻ്റെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഞങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം. അത് ഒരു വാട്ടർ അബ്സോർപ്ഷൻ, ഈ 2ൻ്റെയും വാട്ടർ അബ്സോർപ്ഷൻ MDF-നെ അപേക്ഷിച്ചിട്ട് പാർട്ടിക്കിൾ ബോർഡിന് കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഷീറ്റാണ് പാർട്ടിക്കിൾ ബോർഡ് MDF. അതിൽ MDF-ലാണ് ഈ പൂപ്പലിൻ്റെ വിഷയം വരുന്നത്. പാർട്ടിക്കിൾ ബോർഡിൽ ഈ പൂപ്പലിൻ്റെ വിഷയം വരുന്നില്ല. പക്ഷേ 2ൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് ക്വാളിറ്റി MDF-നേക്കാളും കുറച്ചും കൂടി കുറവാണ്. അത് വാട്ടർ അബ്സോർപ്ഷൻ അതിന് MDF-നേക്കാൾ പാർട്ടിക്കിൾ ബോർഡിന് വാട്ടർ അബ്സോർപ്ഷൻ ഒന്നുകൂടി കൂടുതലാണ്. അത് കൂടുതൽ ചീർക്കാനും പിടിക്കാനൊക്കെ ഒന്നും കൂടി പാർട്ടിക്കിൾ ബോർഡിന് ഉള്ള ഇതുണ്ട്. പിന്നെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ MDF പാർട്ടിക്കിൾ ബോർഡ് ഇതെന്താ ഇതിൻ്റെ പ്രോബ്ലംസ്, ഇതും കൊണ്ട് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.